ഹലോ ഇതെവിടെ പോയതാ? ഞാൻ ഒന്ന് പുറത്ത് നടക്കാൻ പോയതാ. നടക്കാൻ പോയതാ? പിന്നെ എന്താ മഴ അല്ലേ? മഴ എവിടെ? അല്ല ഇപ്പോഴല്ല, പക്ഷെ നല്ല മഴയുണ്ടല്ലോ. നല്ല മഴയുണ്ട്. അപ്പോഴേ ഈ മഴയത്ത് ഇങ്ങനെ പുറത്തൊക്കെ പോയി ഒന്ന് ചുറ്റാനൊക്കെ ഒരു ആഗ്രഹം. എന്റെ പൊന്നു ലച്ചു, മഴ കാരണം എല്ലായിടത്തും വെള്ളപ്പൊക്കമാ. ഇപ്പൊ തന്നെ ചുറ്റാൻ പോണാ? അല്ല അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും മഴയത്ത് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ ഇച്ചിരി നനഞ്ഞ് അതൊരു മൂടല്ലേ? റൊമാന്റിക് ആവുന്നത് നല്ലതാണ്. പിന്നെ ഇല്ലേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? സമയം കിട്ടുന്നില്ല. സമയം കണ്ടെത്തിയാ മതി. കണ്ടെത്തണം. എന്തുവാ പ്രശ്നം? എന്തോ ഇപ്പൊ തലൂസിന്റെ അടുത്ത് ഞാൻ എന്താ പറഞ്ഞേ? പാർക്കുഞ്ഞമ്മയുടെ കൂടെ പോയി കളിക്കണമെന്നല്ലേ? എന്നിട്ട് ഇവിടെ വന്നിക്ക. അച്ഛൻ ഇവിടെ തിരക്കല്ലേ, നമുക്ക് പിന്നെ കളിക്കാവേ. കൊള്ളാലോ, എല്ലാം അറിയാലോ. എന്തിനാ റെഡി ആവണ്? സാരിയൊക്കെ കൊടുക്കണ്ടേ? നല്ല ഫോട്ടോസ് ഒക്കെ സാരിയൊക്കെ ഇങ്ങനെ സാരി കൊടുക്കുന്നുണ്ടോ? ആ പിന്നെ 5 മിനിറ്റ് പെട്ടെന്ന് തരാം. നീ എന്തെങ്കിലും തിരക്കിലാണോ? ഇല്ല. എന്തുറ്റി? അതെ, യേശുവിന്റെ കൂടെ ഒന്ന് കടയിൽ പോവോ? പോവാലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? ഇല്ല. നിങ്ങൾ നേരെ പോയതാ? സിദ്ധുവിനെ കടലോട്ടൊന്ന് പറഞ്ഞു വിടാൻ പോയത്. അപ്പൊ സിദ്ധു ഇവിടെ ഇല്ലേ? ഇല്ല, സിദ്ധുവും കേശുവും കൂടെ കടയിൽ പോയി. പൊളിക്കും ഞാൻ ചിലപ്പോ. എടാ ഒരു കാര്യം ചെയ്യാവോ? ഒരു കാര്യം ചെയ്യും, അടുക്കള കൊണ്ട് വെച്ചോ. ഫോട്ടോ എടുക്കട്ടെ നമുക്ക്? എടോ താൻ ഫോട്ടോ എടുത്ത് തരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വന്നതാ. അപ്പോഴേക്ക് താൻ മുങ്ങിയില്ലേ? ഞാൻ മുങ്ങിയതല്ല, ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേക്കും അമ്മ ഒന്ന് പറഞ്ഞ് കേശുവിന്റെ കൂടെ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് വരാൻ. ഞാൻ സാധനം മേടിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂ. ആണല്ലാത്തോണ്ട് ലച്ചൂസേ, എന്തിനാ ഇങ്ങനെ വാശി കാണിക്കുന്നേ? ഓ സുന്ദരിയായിട്ട് വാ, ഞാൻ നല്ല കിടിലം ഫോട്ടോസ് എടുത്താൽ. സുന്ദരിയായിട്ട് വരാൻ സൗകര്യമില്ല. നേരത്തെ സുന്ദരിയായിട്ടല്ലേ വന്നേ? അല്ല. അപ്പൊ ഇപ്പോഴും സുന്ദരിയായിട്ട് വന്നാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, കിടിലം ഫോട്ടോസ് എടുത്തു തരും. ശരിക്കും? പക്ഷേ ഞാൻ ഒരുങ്ങി സുന്ദരിയായിട്ട് വരുമ്പോഴത്തേക്ക് എവിടെ പോവരുത്, ഇവിടെ തന്നെ കാണണം. എവിടെ പോവാൻ? അദ്ദേഹത്തിന്റെ അച്ഛൻ വിളിച്ചപ്പോ കൂടെ പോയി. കുഴിപ്പുളത്ത് അച്ഛന്റെ കൂടെ സിദ്ധുളേൻ പുറത്തേക്ക് പോയി. മനുഷ്യനെ പറഞ്ഞു പറ്റിക്കാൻ. ലച്ചം ടക്കിന് മറിയണം. സാരി ഉടുക്കുന്നു മാറുന്നു, സാരി ഉടുക്കുന്നു മാറുന്നു. എന്തല്ലേ പൈകിയ? ഇതറിയത്തില്ലേ? അളിയെത്തിയില്ല. അച്ഛന്റെ ഒരു കാര്യം. അടുത്ത് വരും, അവിടെ നോക്കണം. ഫോട്ടോ എടുക്കാൻ പോവാം. ഞാൻ ഫ്രീ അല്ല, എനിക്ക് ഫോട്ടോയും വേണ്ട. ഒന്നും പറയണ്ട. ഞങ്ങളോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ അച്ഛൻ എന്റെ അടുത്ത് വന്നിട്ട് അച്ഛന്റെ ഫോണിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അച്ഛനോട് പോസ്റ്റ് ആയി പോയതാ. ആയിക്കോട്ടെ, ഇതൊക്കെ എന്റെ അടുത്ത് പറയണ എന്തിനാ? എനിക്ക് കേൾക്കൊന്നും വേണ്ട, നീ എന്താ വെച്ചാൽ കാണിക്കും. എന്താ ഫോട്ടോ എടുക്കാം? വേണ്ട. ഫോട്ടോ എടുക്കാം. ഇനി പോവോ? ഇവിടെ ഉണ്ടോ? ഉറപ്പാണോ? അതെ, എനിക്കൊരു ആവശ്യമുണ്ട്. ഇനി പാ തുറന്നിട്ട് പല്ലടിച്ച് ഞാൻ താഴെ. സിധു, ഒരു 5 മിനിറ്റ് പെട്ടെന്ന് സാരി എടുത്തിട്ട് മുങ്ങരുത്. ഇല്ല. ഒന്നില്ലേ എന്നാ സൗന്ദര്യമാണ്. നമ്മളിത് പൊളിക്ക് ഫോട്ടോ എടുത്ത് എടുക്കാം. സൂര്യവർണ്ണരാശിയോ ദേവലോകവർണ്ണരാജിയോ പുഞ്ചിരിക്കുടന്ന തൂകിയോ രാധകൃഷ്ണ പ്രണയ കാവ്യമോ
പോലെ നീ പ്രാണനിൽ പടർന്ന രാഗമോ സ്നേഹസാന്ദ്രഭാവശോഭയിൽ ചേർന്നലിഞ്ഞ ഭാഗ്യമേന്മയോ മേഘസൂര്യവർണ്ണരാശിയോ ദേവലോകവർണ്ണരാജിയോ അതെ, അടുത്ത കപ്പിൾ കോൺടെസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചു കൊടുക്കും. എന്തിന്? ഫസ്റ്റ് കിട്ടണ്ടേ? അതിന്റെയൊക്കെ ആവശ്യമൊന്നുമില്ല ചൂസേ. നമ്മൾ തന്നെയല്ലേ ബെസ്റ്റ് കപ്പിൾ. ശരിക്കും പിന്നെ അത് ഉറപ്പല്ലേ?